ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റവും അതിന്റെ ഇൻട്രൊഡക്ഷൻ പിന്നെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം? ഇപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ട്രാൻസ്ഡെർമൽ എന്ന് പറയുന്നത് സ്കിന്നിന്റെ കോമ്പോണന്റ് ആണല്ലേ. അപ്പോൾ ട്രാൻസ്ഡെർമൽ സ്കിൻ വഴിയുള്ള ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനാണ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയ രീതിയിൽ, അതായത് ഏറ്റവും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ന്യൂവർ ടെക്നോളജിയാണ്. ന്യൂവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെ ഒരു ടെക്നോളജിയാണ് ഈ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത്. ഒരു കൺട്രോൾഡ് മെത്തേഡാണ്. അപ്പോൾ ഇതുവഴി ഒരുപാട് അഡ്വാൻറ്റേജ്, നമുക്ക് ഓറലി ഡ്രഗ് എടുക്കുമ്പോൾ ഉള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് പകരം ട്രാൻസ്ഡെർമൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി ഒരുപാട് എന്താണ് അതിന്റെ മേക്കിംഗ് അല്ലെങ്കിൽ ഫോർമുലേഷന് ഡിഫറെന്റ് ആയിട്ട് കുറച്ച്, ഇപ്പോൾ ഓറൽ പോലെ അല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ, വേറെ എക്സിപ്പിയൻസ് കാര്യങ്ങൾ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെക്കാനിക്കലി ഒരു ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ ബോഡിയിലോട്ട് കയറി പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്താണോ ബോഡിയിലോട്ട് കയറേണ്ടത്, അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഡ്രഗ് ആണല്ലോ വേണ്ടത്, അപ്പൊ ഡ്രഗ് മാത്രം കയറി പോകുന്നത്. അതിപ്പോ ഓറലി കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഒരു ഷുഗർ കോട്ടഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കോട്ടിങ് ഉൾപ്പെടെ നമ്മുടെ അകത്ത് പോവുകയാണ്. പക്ഷെ ട്രാൻസ്ഡെർമൽ അങ്ങനെയല്ല. നമ്മുടെ സ്കിന്നിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് നമ്മുടെ സ്കിൻ പെൻട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോവേണ്ടത് അത് മാത്രമേ അകത്തോട്ട് കയറുകയുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു യൂസ് കഴിയുമ്പോൾ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഡെഫിനിഷൻ വരുമ്പോൾ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, അതായത് അതിന്റെ അകത്ത് തന്നെ എന്താ ഉണ്ടാവും, മെഡിസിൻ ഉണ്ടാവും, ഡിസ്ക്രീറ്റ് ഡോസേജ് ഫോം ആണ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ഡോസേജ് ഫോം ആണ്. അത് ഇൻടാക്ട് സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് വെൻ അപ്ലൈ ടു ദ ഇൻടാക്ട് സ്കിൻ ഡെലിവർ ദ ഡ്രഗ്. ഡ്രഗിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡ്രഗിനെ ഡെലിവർ ചെയ്യുന്നുണ്ട് ത്രൂ ദ സ്കിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രഗ് ഡെലിവറി ചെയ്യുന്നത്. അത് ഒരു കൺട്രോൾഡ് റേറ്റിലായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്, സിസ്റ്റമിക് സർക്കുലേഷനാണ് പോകുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് അത് ബ്ലഡിലോട്ടാണ്, സ്കിന്നിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ബ്ലഡിലോട്ടാണ് ഈ ഒരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിയിലെ ഡ്രഗ്സ് പോകുന്നത്. അപ്പൊ ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ഡോസേജ് ഫോം ആണ്. ഓക്കെ, വിച്ച് വെൻ അപ്ലൈ ടു ദ ഇന്റയർ സ്കിൻ, സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്കിൻ വഴി എന്ത് ചെയ്യും, ഡ്രഗിനെ ഡെലിവർ ചെയ്യും ഒരു കൺട്രോൾഡ് റേറ്റിൽ ഡയറക്ട്ലി ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ ഇതാണ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഈ ഒരു ഫിഗറിൽ കാണുന്നില്ലേ, ഇതാണ് ഒരു ട്രാൻസ്ഡെർമൽ പാച്ച്. നോർമലി ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ട്രാൻസ്ഡെർമൽ പാച്ചുകളാണ്. അതായത് പാച്ച് പോലെ നമ്മുടെ സ്കിന്നിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പൊ ട്രാൻസ്ഡെർമൽ പാച്ച് എന്ന് പറയുന്നപ്പോ എന്തായിരിക്കും, ഒരു മെഡിക്കേറ്റഡ് അഡ്ഹസീവ് പാച്ച് ആയിരിക്കും. ഓക്കെ, അഡ്ഹസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒട്ടിപ്പിടിക്കുന്ന ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാച്ച് ആയിരിക്കും. അത് സ്കിന്നിന് എബോവ്, സ്കിന്നിന്റെ മുകളിലോട്ട് വെക്കുമ്പോഴത്തേക്കും ആ ഒരു സ്പെസിഫിക് ഡോസ് ഓഫ് മെഡിക്കേഷൻ എന്ത് ചെയ്യും, സ്കിന്ന് വഴി അത് ഒരു പ്രീ ഡിറ്റർമൈൻഡ്, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡ്രഗ് സ്കിൻ വഴി അത് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ കാണുന്നില്ലേ, അപ്പൊ അതാണ് ട്രാൻസ്ഡെർമൽ പാച്ച് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ സ്കിന്നിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ആ സ്റ്റിക്ക് ചെയ്തിട്ട് ആ ഒരു ഡ്രഗിന് ആ സ്കിന്നിൽ റിലീസ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലോട്ട് കയറും. അതാണ് ട്രാൻസ്ഡെർമൽ പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഡെർമൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് റിലീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രഗ്സിനെയൊക്കെ സ്കിൻ വഴി ഡയറക്റ്റ് ആയിട്ട് സിസ്റ്റമിക് സർക്കുലേഷനിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾഡ് റിലീസ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ് ട്രാൻസ്ഡെർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനറലി അല്ലെങ്കിൽ അതൊരു ബ്രോഡായിട്ട് പറയുമ്പോൾ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന്റെ അകത്ത് എല്ലാ തരത്തിലുള്ള സ്കിന്നിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫോർമുലേഷനും അതായത് ടോപ്പിക്കലി ഉപയോഗിക്കുന്ന എല്ലാ ഫോർമുലേഷനും ട്രാൻസ്ഡെർമലിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ ജനറൽ ആയിട്ട് സർക്കുലേഷനിലോട്ട് ഇടുന്നതാണ്. അപ്പൊ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോഷനോ ലിനിമെന്റോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ട്രാൻസ്ഡെർമൽ തന്നെയാണ്. ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്ന റേസിൽ അതൊരു ട്രാൻസ്ഡെർമൽ തന്നെയാണ്. അതൊരു ഡ്രഗ് ഡെലിവറി സിസ്റ്റം വരുന്ന സമയത്ത് എന്താണ്, അതൊരു പാച്ചോ അല്ലെങ്കിൽ ഒരു പിന്നെ നമുക്ക് എന്താണ് പല രീതിയിൽ നമുക്ക് ട്രാൻസ്ഡെർമൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ലോഷനൊക്കെ ആണെങ്കിൽ തന്നെ എന്താ, നമ്മൾ പൊതുവെ ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും സ്കിന്നിന് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കായിരിക്കും. ഓക്കെ,
പക്ഷെ നമുക്ക് ഡീപ്പായിട്ട് വേറെ ബ്ലഡ് സ്ട്രീമിൽ എത്തേണ്ട ഡ്രഗ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഡെർമൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് നോക്കാം. ഓറലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൂടുതലാണ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. മെയിൻ ആയിട്ട് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ട്രാൻസ്ഡെർമൽ എന്നും അല്ലെങ്കിൽ എന്താണ് ടോപ്പിക്കൽ എന്നും ഇതാണ് വരുന്നത്. അപ്പൊ ടോപ്പിക്കലി നമ്മൾ മുന്നേ ഒരുപാട് എന്താണ് ഓയിൻമെന്റ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ലോഷൻസ്, ലിനിമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടോപ്പിക്കലി മുന്നേ കുറെ നാൾ മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, എപ്പിഡെർമിസിലോട്ട് മാത്രമേ അത് പെനിട്രേറ്റ് ചെയ്യുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, ബ്ലഡ് വെസൽസിലോട്ട് അത് വരൂല. അതായത് ഡെർമിസ് ക്രോസ് ചെയ്ത് വരത്തില്ല. അതാണ് ടോപ്പിക്കല്. അതായത് സ്കിന്നിൽ വരുന്ന എന്തെങ്കിലും എഫക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ടോപ്പിക്കലി നമ്മൾ എന്താ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഓയിൻമെന്റോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ട്രാൻസ്ഡെർമലിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് എപ്പിഡെർമിസും ഡെർമിസും ക്രോസ് ചെയ്തിട്ട് ഏറ്റവും താഴെ സ്കിന്നിന്റെ ഏറ്റവും അണ്ടർലൈങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ അതിന് എത്താനായിട്ട് പറ്റും. അപ്പോ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിൻ ഡ്രഗ്സ് ബ്ലഡ് വെസൽസിൽ അതായത് ബ്ലഡിലോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ എൻറ്റർ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേറെ ബാക്കിയുള്ള സ്കിന്നിന്റെ റിലേറ്റ് ചെയ്തിട്ട് മാത്രമല്ലാത്ത ബാക്കിയുള്ള അസുഖങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഡെർമലി ഡ്രഗ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഓറലി നമ്മളൊരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോസേജ് ഫോം എടുക്കുമ്പോഴത്തേക്കും അത് സ്റ്റൊമക്കിൽ ചെന്നിട്ട് എന്ത് പറ്റും, അവിടെ ഫസ്റ്റ് മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ഓക്കെ. ലിവറിൽ മെറ്റബോളിസം നടന്നിട്ട് കുറച്ച് ഡ്രഗ്സ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയി പോകും, മെറ്റബോളൈസ് ആയി പോകും. ഒരു പോർഷൻ എന്ത് ചെയ്യും, അത് മെറ്റബോളൈസ് ആയി പോകും. അപ്പൊ നമുക്ക് ഈ കഴിക്കുന്ന അത്രയും ഡ്രഗ് എന്ത് ചെയ്യില്ല, നമുക്ക് അതിന്റെ യൂസ് അല്ലെങ്കിൽ അതിന്റെ തെറാപ്യൂട്ടിക് യൂസ് കിട്ടില്ല. കുറെയൊക്കെ എന്ത് ചെയ്യും, മെറ്റബോളൈസ് ചെയ്തിട്ട് എലിമിനേറ്റ് ആയിട്ടൊക്കെ പോകും. അതിന് പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന്. ഓക്കെ. ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് മെറ്റബോളിസം വരുന്നത് ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗിനാണ്. സലൈവറി മെറ്റബോളിസം വരുന്നത് എവിടെയാണ്, അതും ഓറലി എടുക്കുന്ന മെഡിസിൻസിനാണ് സലൈവറി മെറ്റബോളിസം വരുന്നത്. ഇൻഡസ്ട്രിയൽ മെറ്റബോളിസം വരുന്നത് എവിടെയാണ്, അതും എന്താണ് ഓറലി എടുക്കുന്ന മെഡിസിൻസ് തന്നെയാണ്. ഇത് എന്ത് ചെയ്യുന്നത്, ആദ്യം ബക്കൽ ക്യാവിറ്റിയിലൂടെ പോയി അത് പിന്നെ സ്റ്റൊമക്കിൽ വന്ന് ഇൻഡസ്ട്രിയലിൽ പോകുന്നത്. സോ ഇൻഡസ്ട്രിയൽ മെറ്റബോളിസം, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെറ്റബോളിസം ആണ് ഈ ഓറൽ എടുക്കുന്ന ടാബ്ലറ്റ്സിന് അല്ലെങ്കിൽ ഓറലി വരുന്ന ഡോസേജ് ഫോംസിന് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഡ്രഗ്സ് എന്ത് ചെയ്യാം, മെറ്റബോളൈസ് ആയിട്ട് അത് യൂസ് ഇല്ലാതെ പോകും. സോ ഇങ്ങനെ ഉള്ള ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് മെറ്റബോളിസം, അതുപോലെ തന്നെ സലൈവറി മെറ്റബോളിസം, പിന്നെ ഇൻഡസ്ട്രിയൽ മെറ്റബോളിസം ഒക്കെ നമുക്കൊരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ട്രാൻസ്ഡെർമലിൽ നമ്മൾ എന്താ സ്കിന്നിന് മുകളിലാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ എന്ത് ചെയ്യുന്നില്ല, വേറെ ഇത് ഓറലിയോ അങ്ങനെ ഒരു കോണ്ടാക്ട് വരുന്നില്ല. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള മെറ്റബോളിസംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ യൂസ് ചെയ്യാനായിട്ട് ഈസിയാണ് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും, നമ്മുടെ സ്കിന്നിൽ തന്നെ പ്ലേസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് പേഷ്യൻസിന് തന്നെ സെൽഫ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒരു എന്താണ് മുറിവുകളോ അല്ലെങ്കിൽ ഒരു ഇൻവേഷൻസോ ഇഞ്ചക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വേറെ ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പേഷ്യൻസിന് സെൽഫ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ജസ്റ്റ് സ്റ്റിക്കർ തൊട്ടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാൻസ്ഡെർമൽ പാച്ചുകളൊക്കെ എടുത്ത് ഒട്ടിക്കാനായിട്ട് പറ്റും. സോ ഈസ് ഓഫ് യൂസ് ആണ്. പിന്നെ എമർജൻസി കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും, നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, പാച്ച് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ. അതായത് ഒരു ഡ്യൂറേഷൻ ഓഫ് തെറാപ്പി സമയത്ത് നമുക്ക് പാച്ച് എപ്പോഴെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഡ്രഗിന്റെ ഇൻപുട്ട്, ഡ്രഗ് അകത്തോട്ട് കയറുന്ന ഒരു ഇൻപുട്ട് സ്റ്റോപ്പ് ചെയ്യാൻ, ഇൻസ്റ്റന്റ്ലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എന്താണ് എമർജൻസി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡ്രഗ് ഓവർഡോസ് ആവുന്നു അല്ലെങ്കിൽ അത് പ്രൊലോങ് ആയിട്ട് വെക്കുന്നത് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് കാണുന്നതാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓറലി എടുക്കുന്ന ടാബ്ലറ്റുകളാണെങ്കിലോ നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫുൾ അത് എലിമിനേറ്റ് ആവുന്നത് വരെയുള്ള ഡ്രഗ് എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതിന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ അടുത്ത മേജർ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ആണ്, സ്കിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ബയോളജിക്കലിയും സ്ട്രക്ചറലിയും എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും സെയിം ആയിരിക്കും. ചെറിയ വേരിയേഷൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അതായത് ഉണ്ടാവുമെങ്കിൽ കൂടി സ്ട്രക്ചറലി എന്താണ് സ്കിന്നിന്റെ സ്ട്രക്ചേഴ്സ് എന്താണ് അതിന്റെ ഒരു നേച്ചർ, കാര്യങ്ങൾ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം
സെയിം ആണ്, അതിന്റെ കോമ്പോസിഷനും ഒക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിനിമൽ ആയിട്ട് ഉള്ള ഇന്ററും ഇൻട്രാ പേഷ്യന്റ് വേരിയേഷനേ ഉണ്ടാവുള്ളൂ. ഇന്റർ പേഷ്യന്റ് തന്നെ രണ്ട് പേഷ്യൻസ് തമ്മിലും, ഇൻട്രാ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പേഷ്യന്റ് തന്നെ ഡിഫറെന്റ് ബോഡി പാർട്ടിലെ സ്കിന്നില് അധികം വേരിയേഷൻസ് ഉണ്ടാവില്ല, മിനിമൽ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഡ്രഗ് കൊടുക്കുമ്പോഴും ആ ഒരു എന്താണ്, ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഡ്രഗിന് എല്ലാ പേഷ്യന്റിലും ഓൾമോസ്റ്റ് ഒരുപോലത്തെ എഫക്ട്സ് ആയിരിക്കും. സ്കിൻ പെർമിയേഷന്റെ കാര്യം വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേപോലത്തെ എഫക്റ്റുകളായിരിക്കും വരുന്നത്. ഓക്കെ, അതും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. വേരിയേഷൻസ് കുറവായിരിക്കും. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇറിറ്റേഷൻസ് കാണിക്കുന്ന ഡ്രഗ്സുകൾ, അതുപോലെ അബ്സോർപ്ഷൻ ഇറിറ്റേഷൻ കാണിക്കുന്ന, അബ്സോർപ്ഷൻ വേരിയേഷൻ കാണിക്കുന്ന ഡ്രഗ്സുകളൊക്കെ നമുക്ക് സ്യൂട്ടബിളി നമുക്ക് സ്കിൻ ത്രൂ അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, GIT-യിൽ ഇറിറ്റേഷൻ കാണിക്കുന്ന NSAID പോലുള്ള ഡ്രഗ്സുകൾ, പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അത് പ്രൊലോങ്ഡ് യൂസിൽ GIT-ക്ക് അത് വയറ്റി പോകുമ്പോഴത്തേക്കും GI ട്രാക്ഷന് അധികം ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുന്ന ഡ്രഗ്സുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി സ്കിൻ വഴി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻഫ്യൂഷൻ ആണ് അല്ലെ. നമുക്ക് ഒരു പ്രാവശ്യം പാച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡ്രഗ് കംപ്ലീറ്റ് കഴിയുന്നത് വരെ അത് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് അത് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രഗ് ഇൻഫ്യൂസ് ചെയ്ത് സ്കിൻ വഴി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, നോൺ ഇൻവേസീവ് ആണ് അല്ലെ. ഇൻഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന IV ഇൻഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് പെയിൻഫുൾ ആണ്, നമുക്കത് ഇൻജെക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ അത് അത്രയും പെയിൻഫുൾ ആണ്. പക്ഷേ ഇത് നോൺ ഇൻവേസീവ് ആണ്, നമ്മുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള മുറിവുകളും അത് ഉണ്ടാക്കുന്നില്ല. സോ ജസ്റ്റ് എടുത്ത് സ്കിന്നിൽ വെക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നോൺ ഇൻവേസീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇപ്പോൾ ഷോർട്ട് ബയോളജിക്കൽ ഹാഫ് ലൈഫ് ഉള്ള ഡ്രഗ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഷോർട്ട് ബയോളജിക്കൽ ഹാഫ് ലൈഫ് ഉള്ള ഡ്രഗ്സ് നമ്മൾ എന്താണ് ഓറലി കൊടുക്കുവാണെങ്കിൽ എന്താ പ്രശ്നം, അത് പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോകും, ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ഡോസിങ് നടത്തേണ്ട കാര്യമുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് ആ ഒരു തെറാപ്പിയുടെ ഹാഫ് ലൈഫ്, അതായത് ബയോളജിക്കൽ ഹാഫ് ലൈഫ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ബോഡിയിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ. പക്ഷേ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട്, നമ്മൾ ഈ ട്രാൻസ്ഡെർമൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് അത് നമുക്ക് ഓരോ ഇടവേളകളിലും ഫ്രീക്വന്റ് ആയിട്ട് മരുന്ന് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ പാച്ച് വെക്കേണ്ടതില്ല. ആ ഒരൊറ്റ പാച്ച് തന്നെ അത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡ്രഗ് ആ ഒരു ബോഡിയിൽ എത്തുന്നുണ്ട്. സോ അത് ഫ്രീക്വന്റ് ഡോസിങ്ങിന്റെ ആവശ്യം TDDS-ൽ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പേഷ്യന്റ് കംപ്ലൈൻസ് കുറയുന്നത് എപ്പോഴാണ്, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഒരു ദിവസം 4 നേരം മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. ഇപ്പൊ ഡെയിലി അറ്റ് എ ടൈം മാത്രം മെഡിസിൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഷോർട്ട് ബയോളജിക്കൽ ഹാഫ് ലൈഫ് ഉള്ള ഡ്രഗ്സിനാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന പേഷ്യന്റ് കംപ്ലൈൻസ് പൂർ ആക്കി മാറ്റുള്ളൂ. അതായത് പേഷ്യന്റിന് കൂടുതലായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ഹർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഡെർമൽ വഴി മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നത് കാരണത്താൽ ഫ്രീക്വൻസി ഓഫ് ഡോസിങ് കുറയ്ക്കാൻ പറ്റും അല്ലേ. ഫ്രീക്വൻസി ഓഫ് ഡോസിങ് കുറയ്ക്കുന്നത് വഴി എന്ത് പറ്റും, പേഷ്യന്റ് കംപ്ലൈൻസ് ഇംപ്രൂവ് ചെയ്യുള്ളൂ, ബെറ്റർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കംപ്ലൈൻസ് കിട്ടും. പേഷ്യൻസ് കൂടുതലായിട്ട് ആ ഒരു മെഡിക്കേഷനായിട്ട് അഡ്ഹർ ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. പിന്നെ കൺവെൻഷണൽ തെറാപ്പി, അതായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന തെറാപ്പീസ് വഴി ഓറലി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ്, അങ്ങനെയുള്ള കൺവെൻഷനലി ഉപയോഗിക്കുന്ന തെറാപ്പികൾ ഏതൊക്കെയായിരുന്നു, ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് വഴിയൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്സിന് ഡോസേജിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വരുവാണെങ്കിൽ അവിടെ തെറാപ്യൂട്ടിക് ഫെയിലർ ഉണ്ടാവും. ഓക്കെ, ഡോസിൽ എന്തെങ്കിലും ചെറിയ ഇറഗുലാരിറ്റീസോ വേരിയേഷൻസോ വരുന്ന തെറാപ്യൂട്ടിക് ഫെയിലർ ഉണ്ടാവും. അങ്ങനെയുള്ള തെറാപ്യൂട്ടിക് ഫെയിലേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രാൻസ്ഡെർമൽ റൂട്ട് വഴി നമുക്ക് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ട്രാൻസ്ഡെർമൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആണ് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് അഡ്വേഴ്സ് എഫക്ട്സ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇവിടെ സ്റ്റഡി ആയിട്ടാണ് ബ്ലഡിൽ വരുന്ന ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ എന്താണ് സ്റ്റഡി ആണ്, എപ്പോഴും ഒരേപോലെ നിൽക്കും. അത് കാരണം ത്രൂ ഔട്ട് ആ ഡ്രഗ് ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്ത് ബ്ലഡിലോട്ട് കയറുകയാണ്. അതുകൊണ്ട് സ്റ്റഡി ആയിട്ടുള്ള രീതിയിലായിരിക്കും അതിന്റെ ഒരു ബ്ലഡ് കോൺസെൻട്രേഷൻ നിൽക്കുന്നത്, അതുപോലെ ഒപ്റ്റിമൽ ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്വേഴ്സ് എഫക്ട്സ് നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പാരന്റൽ തെറാപ്പി വഴി, പാരന്റൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻസ് ഒക്കെയാണ് പാരന്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ പാരന്റൽ തെറാപ്പി എന്ന് പറയുന്നത് റിസ്ക് ഏറിയതാണ് അല്ലേ. നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇത്രയും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ആർട്ടറീസിലും
വെയിൻസിലൊക്കെ എന്ത് പറ്റും, അത് ഇഞ്ചുറി സംഭവിക്കും, നമുക്ക് പെയിൻ ഉണ്ടാവും. അതുപോലെ എന്താണ് ഇഞ്ചക്ഷൻസ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു ഇൻകൺവീനിയൻസ് ആണ്, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇഞ്ചക്ഷൻ വേണ്ട എന്നേ നമ്മൾ ആദ്യം പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻകൺവീനിയൻസും പെയിനും റിസ്കും ഒക്കെ ഒരു പാരന്റൽ തെറാപ്പിയിൽ വരുന്ന റിസ്ക് കാര്യങ്ങൾ, പെയിന്, ഇൻകൺവീനിയൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ, അതായത് ഒഴിവാക്കാനായിട്ട് പറ്റും നമുക്ക് ട്രാൻസ്ഡെർമൽ വഴി കൊടുത്തു കഴിഞ്ഞാൽ. ട്രാൻസ്ഡെർമലിന് പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ആർക്കും, കുഞ്ഞു കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കാരണം അത് പെയിൻ ഫ്രീ ആണ്. പിന്നെ ഓറലിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് സസ്റ്റെയിൻ ആയിട്ടുള്ള ഡ്രഗ് ഡെലിവറി കിട്ടുന്നത് ട്രാൻസ്ഡെർമലിനാണ്. ഓക്കെ, കാരണം റിലീസ് കൂടുതലാണ്, പ്രൊലോങ് റിലീസ് ആണ് ട്രാൻസ്ഡെർമലിൽ വരുന്നത്. അതുകൊണ്ട് ഓറലിനെക്കാളും അത് ഡ്രഗ് ഡെലിവറി സസ്റ്റെയിൻ ചെയ്ത് വെക്കുന്നത് ട്രാൻസ്ഡെർമലിനാണ്. പിന്നെ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രഗ് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഡ്രഗ് റിലീസ്, ഈ ട്രാൻസ്ഡെർമലിൽ നിന്നും ഡ്രഗ് റിലീസ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം റേറ്റിലാണ് ഡ്രഗ് റിലീസ് ചെയ്യുന്നത്, അതുപോലെ എത്ര ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ട്രാൻസ്ഡെർമലിന് ബാക്കിയുള്ള കൺവെൻഷണൽ മെത്തേഡിനെ അപേക്ഷിച്ച് ഉള്ള കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസുകൾ ഉണ്ട്. അതായത് ഫോർമുലേഷൻ നമുക്ക് സ്കിന്നിലാണ് വെക്കുന്നത് അല്ലെ, സ്കിന്നിൽ വെക്കുന്നത് വഴി ആ ഒരു ഫോർമുലേഷൻ, അതായത് ഈ ഒരു ട്രാൻസ്ഡെർമൽ ഫോർമുലേഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏതെങ്കിലും കോമ്പണൻസ് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കോമ്പണന്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, അവിടെ നമുക്ക് കുറച്ച് ഈ ട്രാൻസ്ഡെർമൽ എന്ന് പറയുന്നത് കുറച്ച് പ്രൊലോങ് ടൈമിൽ സ്കിന്നിൽ വെക്കുന്ന ആയതുകൊണ്ട് അവിടെ പോസിബിളി അവിടെ സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡ്രഗ്സ് സ്കിന്നിൽ ബൈൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചില ഡ്രഗ്സ് സ്കിന്നിൽ എന്ത് ചെയ്യാം, ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ എന്താ, ഡോസ് ഡംപിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡോസ് ഡംപിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോസ് വന്ന് അവിടെ ഡംപ് ചെയ്യും. ഇങ്ങനെ ഡംപ് ചെയ്യും, കാരണം ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് കുറെ ഡോസുകൾ അവിടെ ഡംപ് ചെയ്യും. അപ്പൊ ഡോസ് ഡംപിങ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ ക്രോണിക് കണ്ടീഷൻസിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, TDDS യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അതായത് അവിടെ ഡ്രഗ് തെറാപ്പി കൂടുതൽ നാള്, അതായത് പീരീഡ് ഓഫ് ടൈം ഒരുപാട് നാള് ഡ്രഗ് എടുക്കേണ്ട ഒരു കേസ് വരികയാണെങ്കിലാണ് TDDS യൂസ് ചെയ്യാൻ പറ്റുക. അല്ലാതെ ഒരു ജസ്റ്റ് ഒരു പനിക്ക് അങ്ങനെയൊന്നും ഈ TDDS യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറെ നാൾ ഒരു ഹൈപ്പർ ടെൻഷൻ, അതുപോലെ എന്താണ് നെഞ്ചുവേദന, ആൻജൈന അല്ലെങ്കിൽ ഡയബറ്റീസ് പോലെയുള്ള ഒരുപാട് നാള് ഡ്രഗ് എടുക്കേണ്ട ഒരു ഡിസീസ് ആണെങ്കിലാണ് ഈ ഒരു TDDS ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. പിന്നെ ലാഗ് ടൈം വേരിയബിൾ ആണ്. ലാഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സാമ്പിൾ പറയാം, ഒരു ട്രാൻസ്ഡെർമൽ പാച്ച് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് മുതൽ അതിന്റെ എഫക്റ്റ് നമുക്ക് ബോഡിയിൽ കിട്ടിത്തുടങ്ങും, തെറാപ്യൂട്ടിക് എഫക്റ്റ് ബോഡിയിൽ കിട്ടിത്തുടങ്ങുന്ന ആ ഒരു ടൈം ഇന്റർവെലിനെയാണ് ലാഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോ ഓരോ ഡ്രഗിനെ അപേക്ഷിച്ച് ആ ഒരു ഡ്രഗിന്റെ ലാഗ് ടൈം വേരിയബിൾ ആയിരിക്കും. അതായത് സെവറൽ അവേഴ്സ് തൊട്ട് എന്താണ് ഡേയ്സ് വരെ വരാനായിട്ട് പറ്റും. ഓരോ ഡ്രഗിന്റെ അപേക്ഷിച്ച് അവേഴ്സ് തൊട്ട് ഡേയ്സ് വരെ അതിന്റെ ലാഗ് ടൈം മാറി മാറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോ ഇന്നത്തെ ഒരു ഡ്രഗ് ആണ് ഇപ്പൊ IV ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇപ്പൊ ഡ്രഗ് കൊടുത്താൽ അതിന്റെ എഫക്ട് ഇപ്പൊ കിട്ടും. പക്ഷേ ഈ TDDSന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ഡ്രഗ് ആക്ഷൻ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ ഡ്രഗ് ആക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ആ ഡ്രഗിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ലാഗ് ടൈം ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഓറലി പറഞ്ഞു കുറച്ച് മെറ്റബോളിസംസ്, ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് മെറ്റബോളിസം, പിന്നെ സലൈവറി മെറ്റബോളിസം, ഇന്റെസ്റ്റിനൽ മെറ്റബോളിസം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ ഇല്ല, സ്കിന്നിലില്ല. പക്ഷെ സ്കിന്നിലുള്ളതാണ് ക്യൂട്ടേനിയസ് മെറ്റബോളിസം. ഓക്കെ, ക്യൂട്ടേനിയസ് സ്കിന്നിന്റെ ലെയറാണ് ക്യൂട്ടേനിയസ് മെറ്റബോളിസം. നമുക്ക് തെറാപ്യൂട്ടിക് പെർഫോമൻസിനെ, ഡ്രഗിന്റെ തന്നെ തെറാപ്യൂട്ടിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ട്രാൻസ്ഡെർമൽ തെറാപ്പി എന്ന് പറയുന്നത് പൊട്ടന്റ് ഡ്രഗ്സിന് മാത്രമാണ് കൂടുതലായിട്ട് ഫീസിബിൾ ആവുന്നത്. നോൺ പൊട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സിന് അത്രയും ഫീസിബിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ അയോണിക് ഡ്രഗ്സിനും ഈ ട്രാൻസ്ഡെർമൽ തെറാപ്പി ഫീസിബിൾ ആയിരിക്കില്ല. പിന്നെ പൾസറ്റൈൽ ഫാഷനിൽ ഡ്രഗിന് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പൾസറ്റൈൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു റേറ്റിലും ഫാഷനിലും, അതായത് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചേക്കുന്ന ടൈമിൽ ഡ്രഗ് റിലീസ് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ടാബ്ലറ്റ്, ഒരു പൾസറ്റൈൽ ഫാഷനിലുള്ള ടാബ്ലറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതെന്ത് ചെയ്യും, ആദ്യം അത് സ്റ്റൊമക്കിൽ പോകുന്ന സമയത്ത് ഒരു 50% റിലീസ് ചെയ്യും. അങ്ങനെയാണ് അതിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതിലുള്ള ഡ്രഗിന്റെ 50% ആ ഫസ്റ്റ് 2 hours തന്നെ റിലീസ് ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ ഒരു 5 hours കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ എന്ത് ചെയ്യുക, അടുത്ത
ഒരു ഡോസാലിന് റിലീസ് ചെയ്യുക. അതാണ് പൾസറ്റ്. നമ്മൾ ഓൾറെഡി പ്രീഡിറ്റർമൈൻ ചെയ്ത ഫോർമുലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിൽ അതിൽ ഡ്രഗിന്റെ റേറ്റിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് പൾസറ്റൈൽ ഫാഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഈ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ പൾസറ്റൈൽ ഫാഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രഗിന് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.